الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم وإياي بتقوى الله قال الله تعالى في قرآنه الكريم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون أياما معدودات فمن كان منكم مريضا أو على سفر فعدة من أيام أخر وعلى الذين يطيقونه فدية طعام مسكين ومن تطوع خيرا فهو خير له وأن تصوموا خير لكم إن كنتم تعلمون. സ്നേഹാദരണീയരായ സഹോദരന്മാരെ സഹോദരികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് അങ്ങേയറ്റം തഖ്വയോടെ ജീവിക്കുവാൻ ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളോട് വസിയത്ത് ചെയ്യും. ശുദ്ധ റമദാനിലെ ഏതാണ്ട് ആദ്യത്തെ പകുതിയിലെത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. ഈ ഒരു അവസരം പിറകോട്ട് തിരിഞ്ഞു നോക്കാനും വരാനിരിക്കുന്ന ദിവസങ്ങളെക്കുറിച്ച് ആലോചിക്കാനും അനുയോജ്യമായിരിക്കുന്ന ഒരു സന്ദർഭമാണ്. റമദാൻ സമാഗതമായപ്പോൾ എൻ്റെയും നിങ്ങളുടെയും മനസ്സിലുണ്ടായ ആഗ്രഹങ്ങൾക്കനുസരിച്ചുകൊണ്ട് നാം ഉദ്ദേശിച്ച മാതിരി എത്രത്തോളം സജീവമായി ഈ റമദാനിനെ ഉപയോഗപ്പെടുത്താൻ സാധിച്ചു എന്ന് ഒരു ആത്മവിചാരണ നടത്താൻ ഈ അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉദ്ദേശിച്ച മാതിരി തന്നെ കൃത്യമായി ജുമാ ജമാഅത്തുകളിൽ സമയത്തിന് പങ്കെടുക്കാനും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനും മറ്റ് ക്ലാസ്സുകളിലെ സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്താനും മറ്റ് പുണ്യകരമായ കർമ്മങ്ങൾ നിർവഹിക്കുവാനുമൊക്കെ എത്രത്തോളം സാധിച്ചിട്ടുണ്ട് ഇല്ല എന്ന ഒരു പരിശോധനയാണ് നമുക്ക് ആദ്യമായിട്ട് ആവശ്യമായിട്ടുള്ളത്. തിരിഞ്ഞു നോക്കുമ്പോൾ സ്വാഭാവികമായും മനുഷ്യ സഹജമായി കുറവുകളോ ന്യൂനതകളോ അപാകതകളോ പോരായ്മകളോ വേണ്ടത്ര ആയില്ല എന്ന തോന്നലുകളോ ഒക്കെ നമുക്കുണ്ടായേക്കാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ വളരെ സംതൃപ്തമായി തന്നെ കാര്യങ്ങൾ നിർവഹിച്ചു എന്ന് അൽഹംദുലില്ലാഹ് പറയാൻ സാധിക്കുന്നവരും നമ്മോടൊപ്പമുണ്ട്. ഏതായിരുന്നാലും കഴിഞ്ഞതിലെ അപാകതകൾ പരിഹരിച്ചുകൊണ്ട് കുറവുകൾ നികത്തി കൂടുതൽ മെച്ചപ്പെട്ട നിലയ്ക്ക് വരാനിരിക്കുന്ന ദിനരാത്രങ്ങളെ സമ്പന്നമാക്കാൻ നമ്മൾ ആത്മാർത്ഥമായി പണിയെടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാനിൻ്റെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളെ സംബന്ധിച്ചും റമദാനുമായി ബന്ധപ്പെട്ട അനിവാര്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളും കഴിഞ്ഞ ഖുതുബയിൽ നാം ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ഏറ്റവും അധികം പ്രാധാന്യം നൽകേണ്ട വിശ്വാസത്തെ സംബന്ധിച്ച്
ഈമാൻ, ഇഹ്തിസാബ്, നമ്മളെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് കർമ്മങ്ങൾ നിർവഹിക്കേണ്ടുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച്, നിയ്യത്തിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച്, അതുപോലെ തന്നെ നോമ്പ് തുറക്കുമ്പോഴും അത്താഴത്തിൻ്റെ സമയത്തുമൊക്കെ ശ്രദ്ധിക്കേണ്ട ഏതാനും ചില കാര്യങ്ങളും നമ്മൾ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. നമുക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള കൽപ്പന സൂറത്തുൽ ബഖറയിലെ 183 വചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇവിടെ നമ്മളെ അഭിസംബോധന ചെയ്തുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു പറയുന്നത്, നിങ്ങൾക്ക് വ്രതം നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾക്കും നിർബന്ധമാക്കിയിരുന്നത് പോലെ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഉപവാസം അനുഷ്ഠിക്കുക എന്നത് മുസ്ലിം സമൂഹത്തിൻ്റെ മാത്രം സവിശേഷതയല്ല. ഇതര മതവിഭാഗങ്ങളിലും നമുക്ക് പല നിലക്കുള്ള ഉപവാസങ്ങളും വ്രതാനുഷ്ഠാനവും കാണാൻ സാധിക്കും. രൂപത്തിലും സ്വഭാവത്തിലും സമയത്തിലും സന്ദർഭത്തിലും ഒക്കെ വ്യത്യാസങ്ങളുണ്ടാകും. പക്ഷേ മതപരമായൊരു പുണ്യകരമായ കർമ്മം എന്ന നിലയ്ക്ക് എല്ലാ മതസ്ഥരും ഇങ്ങനെ ഒരു ആചാരം അനുഷ്ഠിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. കാരണം അതുകൊണ്ട് ഇതൊരു പ്രയാസകരമായി തോന്നുന്നില്ല എന്നൊരു ആശ്വാസത്തിൻ്റെ വചനം നമുക്കവിടെ വായിക്കാൻ സാധിക്കും. പിന്നെ നാം വിശദീകരിച്ചതുപോലെ അതിൻ്റെ ഉദ്ദേശം അല്ലക്കും തെത്തപ്പോൾ നിങ്ങൾ തെക്കവയുള്ളവരായി മാറാൻ, സൂക്ഷ്മതാബോധമുള്ള ധർമ്മനിഷ്ഠയുള്ളവരായി നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കാനും സംസ്കരിക്കുവാനുമാണ് നോമ്പ് എന്നാണ് വിശദീകരിച്ചത്. വീണ്ടും ആശ്വാസകരമായ അള്ളാഹു പറഞ്ഞു, അയ്യാമൻ മഅദൂദാത്ത്, നിങ്ങൾക്ക് എണ്ണപ്പെട്ട ദിവസങ്ങളാണ്. അത് നമുക്കിപ്പം ബോധ്യപ്പെടുക. എത്ര പെട്ടെന്നാണ് ഇത്രയും ദിവസത്തെ നോമ്പ് കഴിഞ്ഞു പോയത്, ഏതാണ്ട് പകുതിയായല്ലോ ഇത് നമ്മളിപ്പോൾ ചിന്തിക്കുക. നോമ്പ് വന്നപ്പോൾ നമ്മൾ വിചാരിച്ച എന്തൊരു ഉഷ്ണമാണ്, ഈ ഉഷ്ണകാലത്ത് എങ്ങനെയാണ് നോമ്പെടുക്കുക. കഴിഞ്ഞ ദിവസമൊക്കെ പെയ്ത് നല്ല മഴ ഈ വേനലിൽ കാണുമ്പോൾ ഇത് വേനൽ മഴയാണോ അല്ലെങ്കിൽ വർഷകാല മഴയാണോ എന്ന് തോന്നിപ്പോകുന്ന രൂപത്തിലായി. അപ്പോൾ ആ ദിവസങ്ങൾ ഓരോന്നും അങ്ങനെ എണ്ണിക്കഴിഞ്ഞു പോവുകയാണ്. അപ്പോൾ ആ എണ്ണപ്പെട്ട ദിവസങ്ങളാണ് എന്നുള്ളതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ചില നിബന്ധനകളാണ് തുടർന്നുകൂടി പറഞ്ഞത്. മൻകാനമിൻകും മരീലൻ ഔ അല സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, രോഗികളാവുകയോ യാത്രക്കാരാകുകയോ ചെയ്താൽ മറ്റു ദിവസങ്ങളിൽ നോമ്പ് നോറ്റുവിട്ടുക എന്നുള്ളതാണ്. നോമ്പ് എടുക്കാൻ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്കുള്ള ആശ്വാസവും ഇളവുമാണ് ഇവിടെ പ്രഖ്യാപിക്കപ്പെടുന്നത്. തുടർന്നുള്ള ആയത്തിലും ഈ കാര്യം അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. വമൻകാന മരീലൻ ഔ അല സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. അവിടെ അള്ളാഹു ഒരു കാര്യം കൂടി നമ്മെ ഓർമ്മപ്പെടുത്തി, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. അള്ളാഹു നിങ്ങൾക്ക് എളുപ്പത്തെയാണ് ഉദ്ദേശിക്കുന്നത്, പ്രയാസത്തെ ഉദ്ദേശിക്കുന്നില്ല. അപ്പം പ്രയാസകരമായ ഇബാദത്താണ് നോമ്പ്. നമ്മൾ വിശപ്പും ദാഹവും സഹിക്കണം, മറ്റ് പ്രയാസങ്ങൾ അനുഭവിക്കണം. എങ്കിലും അതിൻ്റെ പേരിൽ മനുഷ്യരെ പീഡിപ്പിക്കുക എന്നുള്ളത്, ആരാധനാകർമ്മത്തിൻ്റെ പേരിൽ മനുഷ്യർ പീഡിപ്പിക്കേണ്ടി വരിക, ശാരീരികമായ പീഡനമേൽപ്പിക്കുക എന്നത് ഉദ്ദേശമല്ല. എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്, പ്രയാസമല്ല എന്നുള്ള പ്രഖ്യാപനത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ചില പ്രത്യേകമായ സന്ദർഭത്തിൽ ചില ഇളവുകൾ നൽകപ്പെട്ടു. ഈ ഇളവുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്നാണ് രോഗിയാവുക, യാത്രയിലാവുക എന്നുള്ളതാണ്. ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ രോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്രതമനുഷ്ഠിക്കുന്നത്, നോമ്പെടുക്കുന്നത് രോഗം വർദ്ധിക്കാൻ കാരണമാകുമെങ്കിൽ ആ സമയത്ത് നോമ്പെടുക്കാതിരിക്കുകയാണ് വേണ്ടത്. അതിലൊരു പ്രശ്നവുമില്ല. അവൻ്റെ നോമ്പും രോഗവും തമ്മിലൊരു ബന്ധവുമില്ല, എങ്കിലൊരു വിഷയമല്ല. അതേ സമയത്ത് നോമ്പെടുക്കുന്നത് കൊണ്ട് തൻ്റെ രോഗം മൂർച്ഛിക്കുവാനോ രോഗത്തിന് ശാരീരികമായ എന്തെങ്കിലും അപകടകരമായ സാഹചര്യങ്ങൾ ഉണ്ടാകാനോ സാധ്യതയുണ്ട് എന്ന് ബോധ്യപ്പെടുമ്പോൾ ആ നോമ്പ് ഒഴിവാക്കുകയും മറ്റു റമദാൻ കഴിഞ്ഞതിന് ശേഷം മറ്റൊരു സന്ദർഭത്തിൽ ആ നോമ്പ് നോറ്റുവിട്ടുകയുമാണ് ചെയ്യേണ്ടത് എന്നാണ്. അതുപോലെ യാത്രയെ സംബന്ധിച്ചിടത്തോളവും നമുക്ക് ഇതേ കാര്യം കാണാൻ സാധിക്കും. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏത് ഇളവും നമ്മൾ ദുരുപയോഗം ചെയ്യാൻ പാടില്ല. അതേ സന്ദർഭത്തിൽ അത് ആവശ്യത്തിന് ഉപയോഗിക്കാതെ പ്രയാസപ്പെടാനും പാടില്ല. ഈ ഒരു ആശയമാണ് നമ്മളവിടെ തിരിച്ചറിയേണ്ടത്. നമുക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന ഇളവാണ്, ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ളതാണ്. അവിടെ വാശി പിടിച്ചുകൊണ്ട് ആ ഇളവ് ഉപയോഗപ്പെടുത്താതെ നമ്മൾ പ്രയാസം അനുഭവിക്കുക എന്നത് ശരിയല്ല. പക്ഷേ ആ ഒരു ഇളവിൻ്റെ പേരിൽ നമ്മൾ ആ ഇളവ് ദുരുപയോഗപ്പെടുത്തുന്ന അവസ്ഥയും ഉണ്ടാകരുത് എന്ന് ലളിതമായി നമ്മൾ മനസ്സിലാക്കുകയായിരിക്കും നന്നാവും. അതുകൊണ്ട് തന്നെ ആ ഇളവുകൾ വ്യക്തിഗതമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. രോഗം എന്താണ്, ആളുടെ ശാരീരിക സ്ഥിതി എന്താണ്, അതുപോലെ യാത്ര എവിടെ വരെയുള്ളതാണ്, ഇന്നത്തെ യാത്രാ സൗകര്യങ്ങളും അന്നത്തെ യാത്രാ സൗകര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്.
അപ്പോൾ ആ യാത്ര കൊണ്ട് എനിക്ക് നോമ്പെടുക്കുന്നത് പ്രയാസമാണ്. പ്രവാചകന്റെ കാലത്ത് അങ്ങനെ തന്നെ ഉണ്ടായി. സാഫർന മാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ കൂടെ നോമ്പെടുത്തിരുന്ന ആളുകൾ, യാത്ര ചെയ്തിരുന്ന ആളുകൾ, ഫയസൂമു സായിം വയഫ്തിറുൽ മുഫ്തിർ, ചില ആളുകൾ നോമ്പെടുത്തു, ചില ആളുകൾ നോമ്പ് മുറിച്ചു. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന എന്താണ്? ആ യാത്ര കൊണ്ട് നോമ്പെടുക്കുന്നത് പ്രയാസമില്ലാത്ത ആളുകൾ നോമ്പെടുത്തു, നോമ്പെടുക്കുന്നത് യാത്രയിൽ പ്രയാസമാകുമെന്ന് തോന്നിയ ആളുകൾ നോമ്പ് ഒഴിവാക്കി. ആ കാര്യമാണ് നമുക്ക് മൻ വജദ ഖുവ്വതൻ ഫസാമ ഫഇന്ന ദാലിക ഹസൻ. അതുപോലെ തന്നെ മൻ വജദ ളഅഫൻ ഫഅഫ്തറ ഫഇന്ന ദാലിക ഹസൻ. അവിടെ പ്രവാചകൻ വിശദീകരിച്ചു കൊടുത്ത അങ്ങനെയാണ്. ഒരാൾക്ക് ആ നോമ്പെടുക്കാൻ ശക്തിയുണ്ട്, ആ യാത്ര കൊണ്ടൊരു പ്രശ്നമില്ല എന്ന് തോന്നുന്ന ശാരീരികാവസ്ഥയിലുള്ള ആരോഗ്യമുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് അതാണ് നല്ലത്. അതേ സന്ദർഭത്തിൽ അത് ദുർബലതയാണ്, ബലഹീനമാണ്, പ്രയാസമുണ്ടാക്കും എന്ന് തോന്നുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അതാണ് നല്ലത്. അതാണ് പറഞ്ഞത്, അത് ആപേക്ഷികമാണ്. ഒരേ യാത്രയിൽ തന്നെ ഒരുപക്ഷെ രണ്ടാളുകൾക്ക്, ഒരാൾക്ക് നോമ്പെടുക്കാൻ സാധിക്കും, ഒരാൾക്ക് നോമ്പെടുക്കാൻ സാധിക്കില്ല. അത് പരസ്പരം നമ്മൾ കുറ്റപ്പെടുത്തുകയും വിമർശിക്കുകയും ചെയ്യേണ്ട കാര്യമല്ല. അത് അയാളുടെ ശാരീരിക സ്ഥിതിയും ആരോഗ്യവും അനുസരിച്ചുകൊണ്ട്, ആ യാത്രയുടെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് തീരുമാനിക്കപ്പെടേണ്ടതാണ്. ഇതെല്ലാം രോഗവും ഇന്ന് പലതരത്തിലും, ചിലപ്പോൾ ഒരു രോഗം എന്ന് പറയുന്ന ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ചിലപ്പോൾ അയാൾക്ക് ഭക്ഷണം കഴിക്കാതെ ഇരിക്കുകയായിരിക്കും രോഗത്തിന് നല്ലത്. അപ്പോൾ അയാൾ അതിൻ്റെ പേരിൽ രോഗമാണെന്ന് പറഞ്ഞ് നോമ്പ് ഒഴിവാക്കേണ്ടതില്ലല്ലോ. അതേ സമയത്ത് നോമ്പെടുക്കുന്നത് കൊണ്ട് രോഗത്തിന് തകരാറുണ്ടാകും, കൂടുതൽ ക്ഷീണം സംഭവിക്കും. അത്തരം സന്ദർഭങ്ങളിൽ അത് ഒഴിവാക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മൾ വേണ്ടത്. മറ്റൊരു സന്ദർഭത്തിൽ നോട്ടുകൂട്ടുകയാണ് വേണ്ടത്. ഇനി തുടർന്നുകൊണ്ട് അള്ളാഹു പറഞ്ഞിരിക്കുന്ന കാര്യം, ഇനി ഇതിൽ തന്നെ നമുക്ക് ഇന്നുള്ള ചില ആധുനിക പ്രശ്നങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ആ കാലഘട്ടത്തിൽ ഇല്ലാത്ത ചില പ്രശ്നങ്ങളുണ്ട്. അവയെ സംബന്ധിച്ചിടത്തോളം ആധുനിക പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ പലതും വെച്ചുകൊണ്ട് മനസ്സിലാക്കാനേ നമുക്ക് സാധിക്കുകയും, അവിടെ ചില കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മുടെ ശരീരത്തിലേക്ക് യഥാർത്ഥത്തിൽ ഇപ്പം ഗ്ലൂക്കോസ് പോലെ നമ്മുടെ ആ ക്ഷീണം മാറ്റാനോ അല്ലെങ്കിൽ ആ നിലക്കുള്ള വസ്തുക്കളൊന്നും ശരീരത്തിൽ കയറ്റാൻ പാടില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ രോഗി അയാൾ സ്ഥിരം വലിയ പ്രയാസമില്ല, ആ രോഗം എടുക്കുന്നതിൽ നോമ്പെടുക്കുന്നതുകൊണ്ട് പ്രയാസമില്ല. പക്ഷെ അയാൾക്ക് അനിവാര്യമായി ഒരു ഇഞ്ചക്ഷൻ ചെയ്യാനുണ്ട്. അത് മരുന്ന് മാത്രമാണ് ശരീരത്തിലേക്ക് കയറ്റുന്നത് എങ്കിൽ ആ ഇഞ്ചക്ഷൻ കൊണ്ട് പ്രശ്നമില്ല എന്നാണ് പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഇങ്ങനെയുള്ള വ്യത്യസ്ത വീക്ഷണങ്ങളൊക്കെ നമുക്ക് ഈ വിഷയത്തിൽ കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ തുടർന്നുകൊണ്ട് അള്ളാഹു പറഞ്ഞിരിക്കുന്നത്, ഒരാളെ സംബന്ധിച്ചിടത്തോളം വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തു തആമു മിസ്കീൻ, വളരെ പ്രയാസം അനുഭവിച്ചുകൊണ്ട് മാത്രം നിർവഹിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണുള്ളത്. അത്തരം സന്ദർഭത്തിൽ അയാൾക്ക് ഫിദിയ കൊടുക്കാവുന്നതാണ് എന്നാണ് അള്ളാഹു തന്നെ ഓർമ്മപ്പെടുത്തി. കാര്യത്തിൻ്റെ വിശദീകരണമൊക്കെ പല രൂപത്തിലും നമുക്ക് കാണാൻ സാധിക്കും. അത്ര വലിയ വിശദീകരണത്തിലേക്ക് ഞാൻ ഈ പരിമിതമായ സമയത്തിൽ പ്രവേശിക്കുന്നില്ല. പക്ഷെ ലളിതമായി അതിന് നൽകപ്പെട്ടിരിക്കുന്ന വിവക്ഷ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ പല നിലക്കുള്ള പ്രയാസങ്ങൾ കാരണം ഒരു ഗർഭിണിയായ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ ഗർഭാവസ്ഥയിൽ നോമ്പെടുക്കുന്നത് പ്രയാസമാണ്. പിന്നെ ഒരു കൊല്ലക്കാലം, ആ ഏതാണ്ട് 9-10 മാസത്തോളം ആ ഗർഭ കാലഘട്ടം ഉണ്ടാകും. അത് കഴിഞ്ഞാൽ പിന്നീട് കുട്ടിയെ പാലൂട്ടേണ്ട അവസ്ഥ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയൊക്കെ 1-2 വർഷങ്ങൾ നോമ്പെടുക്കുക പ്രയാസകരമായി തീരുന്നൊരു സാഹചര്യം. അത്തരം സന്ദർഭത്തിൽ അവിടെ നോമ്പ് ഒഴിവാക്കുന്നത്, അതിന് പകരം ഫിദിയ കൊടുത്താൽ മതി എന്ന അഭിപ്രായപ്പെട്ട ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അല്ല, ചിലത് ആ സന്ദർഭത്തിൽ മാത്രമേ ഉള്ളൂ, കുറച്ച് കഴിഞ്ഞിട്ട് നോറ്റുകൂട്ടാൻ പറ്റുന്നതാണെങ്കിൽ നോറ്റുകൂട്ടാവുന്നതാണ് എന്ന് വിശദീകരിച്ച് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ റുഖിസ ലിശൈഖിൽ കബീർ, പ്രായമേറെ ചെന്നിരിക്കുന്ന, വാർദ്ധക്യം പ്രാപിച്ചിരിക്കുന്ന ആളുകൾ, വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങൾ കാരണം നോമ്പെടുക്കുക ഏറെ പ്രയാസമാണ്. അപ്പോൾ അവർക്ക് ഇനി വാർദ്ധക്യം മാറിയിട്ട് യുവത്വം തിരിച്ചു വരും എന്ന് പ്രതീക്ഷിക്കാൻ യാതൊരു പഴുതുമില്ലല്ലോ. അപ്പം അങ്ങനെയാകുന്ന സന്ദർഭത്തിൽ അദ്ദേഹം അതിന് പകരം ഫിദിയ കൊടുത്താൽ മതി. കാരണം വാർദ്ധക്യം മാറിയിട്ട് യുവാവാൻ പോകുന്നില്ല. അപ്പോൾ അതിന് നോമ്പ് നോറ്റുകൂട്ടാനുള്ള ഒരു അവസരം പ്രതീക്ഷിക്കാനില്ല. അപ്പോൾ ആ സന്ദർഭത്തിൽ ഫിദിയ കൊടുത്താൽ മതി എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ തന്നെ പറഞ്ഞത് ഫിദിയത്തു തുആമു മിസ്കീൻ എന്നാണ്, ഒരു പാവപ്പെട്ടവൻ്റെ, ഒരു അഗതിയുടെ ഭക്ഷണം എന്നാണ്. പണ്ഡിതന്മാരുടെ വിവക്ഷ പരിശോധിച്ചാൽ ഒരു മുദ്ദ് എന്നും അതുപോലെ അന്നുണ്ടായിരുന്ന റൊട്ടിയും മാംസവും എന്നും ഒക്കെയുള്ള വിശദീകരണങ്ങൾ കാണാൻ സാധിക്കും. ലളിതമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒരു നോമ്പിന് പകരം ഒരു പാവപ്പെട്ടവന് ഒരു നേരത്തെ ആഹാരം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ നിലക്ക് നമുക്ക് ആ ബാധ്യതയിൽ നിന്ന് ഒഴിവാകാൻ സാധിക്കും. അപ്പോൾ ആ നിലയ്ക്ക് ഇനി നോറ്റുകൂട്ടാൻ കഴിയും എന്ന് പ്രതീക്ഷയില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിന് പകരം ഫിദിയ കൊടുക്കുകയാണ് വേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നോമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ
നോമ്പുകാരനായിരിക്കെ അബദ്ധത്തിൽ ഭക്ഷണം കഴിച്ചു പോയി. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മന്നസിയ ബഹുവ സ്വാഇമൻ, മറന്നുപോയി, നോമ്പുകാരനാണ് എന്ന് മറന്നുപോയി. അങ്ങനെ അദ്ദേഹം എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു പോയി എങ്കിൽ ഫാക്കല വശരിബ ഫൽയുത്തിമ സൗമ, അവന് നോമ്പുകാരനാണെന്ന് ഓർമ്മപ്പെടുകയും അപ്പോൾ ആ ഭക്ഷണം നിർത്തുകയും നോമ്പ് തുടരുകയും ചെയ്യാവുന്നതാണ്. അതിന് പകരം നോറ്റുകൂട്ടേണ്ടതില്ല, അത് നോമ്പായിട്ട് തന്നെ അംഗീകരിക്കപ്പെടും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പഠിപ്പിക്കുന്നതായി കാണാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അശുദ്ധിയുടെ കാലഘട്ടം, അവിടെ മെൻസസ് പീരീഡ് തുടങ്ങിയ നിശ്ചിതമായ ദിവസങ്ങൾ വരുന്ന സന്ദർഭം, ആ ദിവസങ്ങളിലെ നോമ്പ് ഒഴിവാക്കുകയും റമദാനിന് ശേഷം മറ്റു ദിവസങ്ങളിൽ ആ നോമ്പ് നോറ്റുവിട്ടുകയും ചെയ്യണം എന്ന് നമുക്ക് വിശദീകരിക്കപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ അത്തരത്തിലുള്ള ചില അശുദ്ധിയുടെ സന്ദർഭം, പ്രസവാനന്തരം ഉണ്ടാകുന്ന അശുദ്ധിയോ മാസാന്തമുണ്ടാകുന്ന അശുദ്ധിയിലോ ആ നിലക്കുള്ള അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു എന്ന് കാണാൻ സാധിക്കും. ഇനി നമ്മെ സംബന്ധിച്ചിടത്തോളം നോമ്പുകാരന് പകൽ നിഷിദ്ധമായ കാര്യം, ഉദാഹരണമായി ഭാര്യാഭർത്തൃബന്ധം, അത് പകൽ നിഷിദ്ധമാണ് എന്ന് മാത്രമല്ല അത് വലിയ ഗൗരവത്തോടു കൂടിയാണ് യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. പ്രവാചകൻ്റെ അരികെ കടന്നു വന്നുകൊണ്ട് ഒരു മനുഷ്യൻ, ഞാൻ നശിച്ചിരിക്കുന്നു, ഹലക്തു യാ റസൂലല്ലാഹ് എന്ന് പറയുകയുണ്ടായി. പ്രവാചകൻ ചോദിച്ചു, ഖാല റസൂലുള്ളാഹി വമാ അഹ്ലക, നീ എന്താണ് നശിച്ചുപോയി എന്ന് പറയാനുള്ള കാരണം? അദ്ദേഹം പറഞ്ഞു, വഖഅതു അലാ ഇംറഅതി ഫി റമളാൻ, റമളാനിൻ്റെ പകൽ സന്ദർഭത്തിൽ ഞാൻ എൻ്റെ ഇണയുമായി ബന്ധപ്പെട്ടു പോയി, ഭാര്യയുമായി ബന്ധപ്പെട്ടു പോയി. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ പരാതി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അദ്ദേഹത്തോട് പറഞ്ഞത് 2 മാസം തുടർച്ചയായി നോമ്പെടുക്കാനാണ്. അപ്പോൾ നമ്മൾ ആലോചിച്ചു, ഇത്ര ഗൗരവമാണ് വിഷയം. റമളാനിൻ്റെ പകലിൽ ആ ഒരു കാര്യം, ആ തെറ്റ് ചെയ്തത് വളരെ ഗൗരവത്തോടു കൂടി കാണുകയും 2 മാസം 60 ദിവസം നോമ്പെടുക്കാൻ, 2 മാസം പൂർണ്ണമായും നോമ്പെടുക്കാൻ, ആ ഒരു നോമ്പിന് പകരം അത്രയും വലിയ ശിക്ഷയാണ് നടപ്പാക്കാൻ വേണ്ടി പറഞ്ഞത്. കാരണം അതാണ് അതിൻ്റെ പ്രതിവിധി. നേരത്തെ ഒരു നോമ്പിന് ഒരാളുടെ ഭക്ഷണം ഫിദിയ കൊടുത്താൽ മതി. ഇവിടെ പ്രതിവിധി പറഞ്ഞത് ഇത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് അത് 60 ദിവസം നോമ്പെടുക്കണം. ആ നോമ്പെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തോട് 60 മിസ്കീന് ഭക്ഷണം കൊടുക്കാനാണ് പറഞ്ഞത്. 60 ദരിദ്രന്മാർക്കുള്ള ഭക്ഷണം കൊടുക്കണം. കാരണം 60 ദിവസത്തിന് പകരം അത്രയും കൊടുക്കണം എന്നാണ്. പിന്നീട് ആ ഹദീസിൽ കുറേ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അതിൻ്റെ മതരീതി അതാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അതേ സന്ദർഭത്തിൽ രാത്രിയെ സംബന്ധിച്ചിടത്തോളം ഉഹില്ല ലക്കും ലൈലത്ത സിയാമി അർറഫസു ഇലാ നിസാഇക്കും, റമളാനിൻ്റെ രാത്രികളിൽ നിങ്ങളുടെ ഇണകളുമായി ബന്ധപ്പെടുന്നത് നിങ്ങൾക്ക് തെറ്റില്ല, അത് അനുവദനീയമാകുന്നു എന്നും പുന്ന ലിബാസുലക്കും വാൻറ്റും ലിബാസു പുന്ന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ നിങ്ങളുടെ വസ്ത്രമാണ്, നിങ്ങൾ അവരുടെ വസ്ത്രമാണ് എന്നൊക്കെ ഖുർആൻ അവിടെ വിശദീകരിക്കുകയും ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. ഞാൻ സൂചിപ്പിച്ചത് മതത്തിൻ്റെ നിയമം കേവലം നമ്മുടെ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്നതിന് പകരം അത് എന്തുകൊണ്ട് രാത്രി അനുവദനീയമാണ്, എന്തുകൊണ്ട് പകൽ അനുവദിക്കപ്പെടുന്നില്ല എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. മതനിയമം അള്ളാഹുവിൻ്റെ തീരുമാനമാണ്, പ്രവാചകൻ കാണിച്ചു വന്നതാണ്. അത് ആ പടി നടപ്പാക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റമളാനിൻ്റെ സന്ദർഭത്തിൽ ഒരു മനുഷ്യൻ സ്വാഭാവികമായി ഛർദി സംഭവിച്ചു, അദ്ദേഹത്തിൻ്റെ നോമ്പിന് യാതൊരു കുഴപ്പവും സംഭവിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ കൽപ്പിച്ചു കൂട്ടി ഛർദ്ദിക്കുകയാണെങ്കിൽ നോമ്പ് നഷ്ടപ്പെട്ടു പോകും, അവിടെ പകരം നോമ്പ് നിൽക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പഠിപ്പിച്ചതായി കാണാൻ സാധിക്കും. ചിലർക്ക് കൈ വായിലൊക്കെ അങ്ങനെ കൃത്രിമമായ ഛർദ്ദിക്കേണ്ട സാഹചര്യങ്ങളുണ്ടായാൽ, അങ്ങനെ കൃത്രിമമായ ഛർദി സംഭവിക്കുകയാണെങ്കിൽ ആ നോമ്പ് നഷ്ടപ്പെട്ടു പോകും. അല്ലാതെ സ്വാഭാവികമായി ഒരു മനുഷ്യന് ഛർദി സംഭവിച്ചാൽ കുഴപ്പമില്ല എന്ന് പഠിപ്പിച്ചതായി കാണാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ ഒരുപാട് നിയമങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ നോമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിൻ്റെ നിയമങ്ങൾ ശ്രദ്ധിച്ചും പാലിച്ചും സൂക്ഷിച്ചും കൊണ്ട് നിർവഹിക്കാൻ നമ്മൾ തയ്യാറാവുക എന്ന് മാത്രമാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ മറ്റൊരാളെ നോമ്പ് തുറപ്പിക്കുന്നത് അതോടെ കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. അത് ഉൾക്കൊണ്ടുകൊണ്ട് ആ കാര്യം ഭംഗിയായി നിർവഹിച്ചു കൊണ്ടിരിക്കുന്നവരാണ് നമ്മിൽ പലരും. മൻ ഫത്തറ സ്വാഇമൻ കാന ലഹു മിസ്ല അജ്രി സ്വാഇം മിൻ ഗൈരി അൻ യൻഖുസ മിൻ അജ്രി സ്വാഇം ഷൈഅ. ഒരു നോമ്പുകാരന് നമ്മൾ നോമ്പ് തുറപ്പിച്ചാൽ നോമ്പെടുത്ത അതേ പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത്.
അതേ സന്ദർഭത്തിൽ നമ്മൾ ആരെയാണോ നോമ്പ് തുറപ്പിച്ചത് അയാളുടെ പ്രതിഫലത്തിന് ഒരു കുറവും സംഭവിക്കുകയുമില്ല എന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. നാം ഒരാളെ നോമ്പ് തുറപ്പിച്ചു, ആ നോമ്പ് തുറപ്പിച്ചപ്പോൾ അയാൾ നോമ്പ് തുറപ്പിച്ചതിന് ഒരു നോമ്പെടുത്ത് അതേ കൂലി നമുക്ക് ലഭിക്കും. അതേ സന്ദർഭത്തിൽ നമ്മൾ ആരെയാണോ നോമ്പ് തുറപ്പിച്ചത് അയാൾക്ക് ഒരു കൂലിയിൽ യാതൊരു കുറവും സംഭവിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ സന്ദർഭത്തിൽ നമ്മുടെ ചിന്തയിലേക്ക് കടന്നു വരുന്ന ഒന്നാണ് ബദറിനെ സംബന്ധിച്ചിടത്തോളമുള്ള ചിന്ത. ഞാൻ വിശദീകരിക്കുന്നില്ല, നമ്മൾ പലപ്പോഴും കേട്ടതും മനസ്സിലാക്കിയതുമാണ്. വളരെ ചെറിയ ന്യൂനപക്ഷം, അതും നിരായുധരായിരുന്നു എന്ന് പറയാം, അഥവാ വളരെ ചുരുങ്ങിയ ആയുധങ്ങൾ മാത്രമാണുള്ളത്. സാമ്പത്തികമായി വളരെ പ്രയാസത്തിലായിരുന്നു വിശ്വാസി സമൂഹം എന്ന കാര്യവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശത്രു സൈന്യം, അധികാരമുണ്ട്, ശക്തിയുണ്ട്, പണമുണ്ട്, ആൾബലമുണ്ട്. പക്ഷേ ആ യുദ്ധത്തിൽ വിജയിക്കാൻ സാധിച്ചു. കാരണം അത് നമ്മൾ മനസ്സിലാക്കണം, ഹിജറ 2-ാം വർഷം നോമ്പ് നിർബന്ധമാക്കപ്പെട്ട അതേ സന്ദർഭത്തിൽ പ്രഥമ നോമ്പ് നടപ്പാക്കപ്പെടുന്ന അതേ മാസത്തിലെ റമദാൻ 17-നാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അവിടെയൊക്കെ നമ്മൾ പഠിക്കേണ്ട വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ആ ബദർ യുദ്ധത്തിൻ്റെ രണാങ്കണത്തിൽ വെച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നടത്തിയ പ്രാർത്ഥനയാണ് അതിൽ നമുക്ക് ഏറ്റവും പ്രാധാന്യപൂർവ്വം മനസ്സിലാക്കാനുള്ളത്. അല്ലാഹുമ്മ ഇൻ തുഹ്ലക് ഹാദിഹിൽ ഉസാബ, ഈ ചെറു സംഘത്തെ എങ്ങാനും നീ ഇവിടെ പരാജയപ്പെടുത്തുകയാണെങ്കിൽ ലൻ നുഅ്ബദ ഫിൽ അർളി അബദ ലൻ തുഅ്ബദ, ഈ ഭൂമിയിൽ നീ ആരാധിക്കപ്പെടുകയില്ല. അഥവാ നിന്നെ മാത്രം ആരാധിക്കുന്ന ഈ ചെറു സംഘം ഇവിടെ പരാജയപ്പെടുത്തപ്പെട്ടാൽ നിന്നെ ആരാധിക്കാൻ ഈ ഭൂമുഖത്ത് പിന്നെ ആരും ബാക്കിയുണ്ടായിരിക്കുകയില്ല. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ബദർ നടന്നത്? വിശ്വാസ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന മഹത്തായ ഒരു ഉദ്ദേശം പ്രാവർത്തികമാക്കാനും പ്രയോഗവൽക്കരിക്കാനും വേണ്ടിയാണ്. അതുകൊണ്ട് ഈ ഞങ്ങളെ സഹായിക്കണമേ എന്നുള്ള പ്രവാചകൻ്റെ ആ തേട്ടവും പ്രാർത്ഥനയുമാണ് കമ്മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ അലബത്ത് ഫിഅത്തിൻ കസീറ എന്നൊക്കെ അള്ളാഹു വിശേഷിപ്പിച്ച എത്ര ചെറു സംഘങ്ങളാണ് വലിയ സംഘങ്ങളെ പരാജയപ്പെടുത്തിയത്. അപ്പോൾ ആൾബലമോ പണമോ അധികാരമോ ശക്തിയോ അല്ല, വിശ്വാസത്തിൻ്റെ ശക്തിയാണ്. വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അഅ്ലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളാണ് ഉന്നതന്മാർ. നിങ്ങൾ ദൗർബല്യം കാണിക്കരുത്, നിങ്ങൾ ദുഃഖിക്കുകയും ചെയ്യരുത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നത്. അതുകൊണ്ട് ബദർ നമുക്ക് നൽകുന്ന സന്ദേശം അതാണ്. നമ്മൾ വിശ്വാസികളാണെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകും. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നമ്മൾ ശക്തിപ്പെടുത്തിയെടുക്കുക. പക്ഷേ ഇവിടെ പോലും നമ്മുടെ സമൂഹം പോലും വഴുതിപ്പോകുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. ബദറിൻ്റെ പേരിൽ ബദർ ദിനം ആഘോഷിക്കുകയാണ്. ഏകനായ അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് ബദർ നടന്നിരുന്നത് എങ്കിൽ ഇന്ന് ബദർ ദിനത്തിൻ്റെ പേരിൽ അവിടെ മരിച്ചു വീണ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നിടത്തേക്കാണ് നമ്മുടെ സമൂഹം മാറിപ്പോയിട്ടുള്ളത്. എത്ര ഗൗരവകരമാണ് വിഷയം എന്ന് നമ്മൾ ആലോചിക്കും. കാരണം അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിന് പകരം ബദരീങ്ങളെ രക്ഷിക്കണേ എന്ന് പറയുന്നിടത്തേക്ക് നമ്മൾ വഴുതിപ്പോയാൽ അവിടെ കടന്നു വരുന്നത് ശിർക്കിൻ്റെ വഴിയാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് യാതൊരു സംശയവും ഉണ്ടാകാൻ പാടില്ല. അതുപോലെ മാത്രമല്ല, പ്രവാചകൻ അതിന് ശേഷം അങ്ങനെ ആ ദിനത്തിനൊരു പ്രത്യേകത കൽപ്പിക്കുകയോ അവിടെ പ്രത്യേകമായ ആചാരങ്ങളോ ചടങ്ങുകളോ സംഘടിപ്പിച്ചതോ ആയിട്ട് നമുക്ക് യാതൊരു തെളിവും കാണാൻ സാധ്യവുമല്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ദിവസത്തിന് പ്രത്യേക പ്രാധാന്യം നൽകി എന്തെങ്കിലും ഒന്ന് ആചരിക്കണമെങ്കിൽ ആ ദിവസത്തിന് പ്രവാചകൻ പ്രാധാന്യം നൽകുകയും അവിടെ പ്രത്യേകം ആചരിക്കേണ്ട കാര്യങ്ങൾ പ്രവാചകൻ നമുക്ക് കാണിച്ചു തരികയും ചെയ്യണം. ബദർ ദിനത്തിന് അങ്ങനെയുള്ള ഒരു മെസ്സേജും നമുക്ക് എവിടെയും കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് അത്തരം അന്ധവിശ്വാസങ്ങളിലേക്കും അനാചാരങ്ങളിലേക്കും വഴുതിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ആ ചരിത്രം നമുക്ക് നൽകുന്ന പാഠം വിശ്വാസത്തോടുകൂടി തൗഹീദിൻ്റെ മാർഗത്തിൽ അടിയുറച്ചുകൊണ്ട് ശക്തമായി മുന്നോട്ട് പോയാൽ നാം വിചാരിക്കാത്ത വഴിയിലൂടെ അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകും. നാം ന്യൂനപക്ഷമാണല്ലോ എന്ന ആശങ്ക ആവശ്യമില്ല. ഏത് പ്രതിസന്ധിയെയും വിശ്വാസത്തിലൂടെ തരണം ചെയ്യാൻ നമുക്ക് സാധിക്കും എന്നതാണ്. അതുകൊണ്ട് അതിന് നാം ശക്തമായി മുന്നോട്ട് പോവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത് ഉസീകും വഇയ്യായ ബിത്തഖ്വല്ലാഹ്. ഖാല അല്ലാഹു തആല ഫീ ഖുർആനിഹിൽ കരീം അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
മസലുൽ ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹി കമസലി ഹബ്ബത്തിൻ അംബതത് സബ്അ സനാബില ഫീ കുല്ലി സുംബലത്തിൻ മിഅതു ഹബ്ബ വല്ലാഹു യുളാഇഫു ലിമൻ യശാ വല്ലാഹു വാസിഉൻ അലീം. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികൾ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കൾ അനുസരിച്ച് അങ്ങേറ്റൻ്റെ കൂടെ ജീവിക്കുവാൻ ഒന്നുകൂടി എന്നെയും നിങ്ങളെയും വസിയത്ത് ചെയ്യുന്നു. റമളാനിൻ്റെ പുണ്യങ്ങളുമായി ബന്ധപ്പെട്ട അതിൻ്റെ നിയമപരമായ ചില കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ ഏറ്റവും അധികം പുണ്യകരമായ കാര്യമാണ് ദാനധർമ്മങ്ങൾ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മതം ദാനധർമ്മങ്ങൾക്ക് നൽകിയിരിക്കുന്ന പ്രാധാന്യം ഏറെ മഹത്തരമാണ്. വിശദമായി മറ്റൊരു സന്ദർഭത്തിൽ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. സാന്ദർഭികമായി ഉണർത്തുക മാത്രമാണ്. ദാനധർമ്മങ്ങളുടെ പ്രാധാന്യവും മഹത്വവും വിശദീകരിക്കുന്ന ധാരാളം ആയത്തുകളും പ്രവാചക വചനങ്ങളുമുണ്ട്. ഇവിടെ അള്ളാഹു നമ്മളെ സൂചിപ്പിക്കുന്ന സൂറത്തുൽ ബഖറയിലെ 261-ാമത്തെ വചനം, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പണം ചെലവഴിക്കുന്നവരുടെ ഉപമ ഒരു ധാന്യമണിയെപ്പോലെയാകുന്നു. അത് 7 കതിരുകൾ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നു. ഓരോ കതിരിലും 100 വീതം ധാന്യമണികളുണ്ട് എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം 700 ഇരട്ടിയായി തിരിച്ചു കിട്ടും. എന്നിട്ട് പറഞ്ഞു, വല്ലാഹു യുളാഇഫു ലിമൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഇരട്ടിയായി വീണ്ടും കൊടുക്കുന്ന. 700ലും അവസാനിക്കുന്നില്ല, അത് 70,000-ഉം അതിലപ്പുറവും ഒക്കെ ആകാം. അല്ലാഹു വാസിഉൻ അലീം. അള്ളാഹു വളരെ വിശാലനാണ്, കാര്യങ്ങൾ അറിയുന്നവനാണ്. അതുകൊണ്ട് നമ്മൾ വിശപ്പറിയുന്നു, വിശക്കുന്നവൻ സഹായിക്കാൻ നമ്മൾ സന്നദ്ധാവും. അതാണ് ഈ സന്ദർഭത്തിൽ നമുക്കുള്ള പ്രത്യേകത. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഈ ഒരു മാസക്കാലം കാറ്റടിച്ചു വീശുന്നതിനെ പോലെ ഉദാഹരണമായിരുന്നു എന്നാണ്. ആരാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം? സാമ്പത്തികമായി പരിശോധിച്ച് നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ അവസ്ഥാവിശേഷം എന്തായിരുന്നു? ഹന്തക്ക് കുഴിക്കാൻ വേണ്ടി പോയത് വാറ്റത്ത് കല്ല് വെച്ച് കെട്ടിക്കൊണ്ടാണ്. നേരെ നിൽക്കാനുള്ള ഭക്ഷണം പോലും കഴിക്കാനുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കടന്നുപോയ അവസരത്തെക്കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു പിറവി ചന്ദ്രൻ, വീണ്ടും ഒരു പിറവി ചന്ദ്രൻ, വീണ്ടും ഒരു പിറവി ചന്ദ്രൻ. 3 മാസപ്പിറവി കണ്ടു. 3 മാസപ്പിറവി കണ്ടപ്പോൾ 2 ചന്ദ്രമാസം പൂർണ്ണമായി കടന്നുപോയി. പ്രവാചകന്റെ വീട്ടിൽ തീ പുകഞ്ഞിരുന്നില്ല. 2 പൂർണ്ണമായ മാസം തീ പുകഞ്ഞിരുന്നില്ല. സഹോദരങ്ങൾ, എനിക്കും നിങ്ങൾക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടോ ഇന്ന്? ചിലപ്പം പ്രായം ചെന്ന ആളുകൾക്ക് പണ്ടുള്ള ചില കഥകൾ എവിടെയെങ്കിലും ഓർമ്മയുണ്ടാവും, എന്നാലും ഇത്ര ഉണ്ടാവില്ല. നമുക്കിന്ന് ആലോചിക്കാൻ പോലും കഴിയില്ല. 2 മാസം തീ മൂട്ടാതെ കടന്നുപോയ അത്തംറു വൽ മാഉ ഫഖത്ത്, വെറും ഈത്തപ്പഴവും വെള്ളവും കുടിച്ചുകൊണ്ട് വിശപ്പടക്കി ദാഹം ശമിപ്പിച്ചുകൊണ്ട് കടന്നുപോയ 2 മാസം. ഈ ലോകത്തോട് യാത്ര ചോദിക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകന്റെ പടയങ്കി മറ്റു മതസ്ഥനായ ജൂതന്റെ കൈവശം പണയം വെക്കപ്പെട്ടതായിരുന്നു എന്നാണ് ആ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ, അങ്ങനെയുള്ള ഒരു മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത് അദ്ദേഹം ഈ റമളാനിൽ കാറ്റടിച്ചു വീശുന്നതിനെ പോലെ ഉദാഹരണമായിരുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, നമ്മൾ എന്തുമാത്രം ഔദാര്യം കാണിക്കും. നമ്മളൊക്കെ ഒരുപാട് നിയമത്ത് അനുഭവിക്കുന്നു. നമ്മളിപ്പോഴും പറയും കേരള ബജറ്റും കേന്ദ്ര ബജറ്റും ഒക്കെ. ഒരു 10 രൂപ സംഭാവന കൊടുക്കാൻ ആരെങ്കിലും ചോദിച്ചാൽ ലോക സാമ്പത്തിക പ്രതിസന്ധിയൊക്കെയാണ് നമ്മൾ പ്രസംഗിക്കുക. അതിനർത്ഥമില്ല എന്ന് പറയാനാണ് ഞാൻ ഈ ചരിത്രം നമ്മുടെ മുമ്പിൽ തുറന്നു വെച്ചത്. ദാനധർമ്മങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇസ്ലാമിലെ ദാനധർമ്മങ്ങൾ 2 രൂപത്തിലാണ്. ഒന്ന്, നമ്മുടെ വരുമാന മാർഗങ്ങൾക്ക് കൃത്യമായി കണക്ക് വെച്ച് നിശ്ചിത പരിധി എത്തുമ്പോൾ അതിൽ നിന്ന് ഒരു നിശ്ചിത വിഹിതം മാറ്റിവെക്കണം. നിർബന്ധദാനം, സക്കാത്ത് എന്നാണ് സാങ്കേതികമായി നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഞാൻ അതിപ്പോൾ വിശദീകരിക്കുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ വരുമാനം, നമ്മുടെ ധനം, നമ്മുടെ വരുമാനം അതൊരു നിശ്ചിത പരിധി എത്തുമ്പോൾ, നാണയമാകട്ടെ, കാലി സമ്പത്താകട്ടെ, കാർഷിക സമ്പത്താകട്ടെ, എന്തായിരുന്നാലും അതിന് നിശ്ചയിക്കപ്പെട്ട നിസാബുണ്ട്. ആ നിശ്ചിതമായ പരിധി എത്തുമ്പോൾ 2.5%, 5%, 10%, 20% നമ്മൾ മാറ്റിവെക്കണം. നാണയ സമ്പത്തിന് 2.5%, കാർഷികമാണെങ്കിൽ 10%, 5%, അല്ലെങ്കിൽ മറ്റ് നിധി പോലെ നമുക്ക് ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന രൂപത്തിൽ നമുക്കൊരു അധ്വാനവുമില്ലാതെ കിട്ടുന്നതാണെങ്കിൽ 20% വരെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. വിശദമായി നമ്മൾ വേറെ പഠിക്കുക. അപ്പോൾ അങ്ങനെ അത് നമ്മൾ മാറ്റിവെക്കണം. അത് നമ്മുടേതല്ല. ഹഖ്ഖുൽ സായിൽ വൽ മഹ്റൂം, സക്കാത്തും സദക്കയും ഒന്നും പണക്കാരൻ്റെ ഔദാര്യമല്ല എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ലോകത്ത് മറ്റൊരു പ്രത്യയശാസ്ത്രവും ഇത് പഠിപ്പിച്ചിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം, ആ അധ്വാനത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ കുറിച്ച്, അതിനുവേണ്ടി വേർപ്പൊഴുക്കിയവരെ കുറിച്ച് മിച്ചമൂല്യ സിദ്ധാന്തം ആവിഷ്കരിക്കപ്പെട്ട പ്രത്യയശാസ്ത്രങ്ങളുണ്ട്. പക്ഷേ അതേ സന്ദർഭത്തിൽ
നമ്മുടെ വരുമാനമാർഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു ബന്ധവുമില്ലാത്ത പാവപ്പെട്ടവന്, കഷ്ടപ്പെടുന്നവന്, ദുരിതമനുഭവിക്കുന്നവന് നിങ്ങളുടെ സമ്പത്തിൽ അവകാശമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് നിശ്ചിത പരിധി എത്തുമ്പോൾ നിശ്ചിത വിഹിതം മാറ്റിവെക്കണം എന്ന് പഠിപ്പിക്കുന്നത് ഇസ്ലാം മാത്രമാണ്. എന്നാൽ അതല്ലാത്ത ദാനധർമ്മങ്ങൾക്കാണ് നമ്മൾ സാധാരണ സ്വതക്ക, സാധാരണ ദാനധർമ്മം എന്ന് പറയാറ്. അതിന് കണക്കില്ല, എത്ര പരിധിയില്ല. ഇപ്പം അത്യാവശ്യമായിട്ട് നമുക്ക് ഒരാളെ അടിയന്തരമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിച്ച് ചികിത്സ വേണം. നിങ്ങളുടെ സക്കാത്തിൻ്റെ നിസാബാകട്ടെ എന്നാൽ അതിന് ഞാൻ 2.5% തരുന്ന ഇല്ല, അത് വേറെ വകുപ്പാണ്. ഇവിടെ അനിവാര്യമായ കാര്യം നിർവഹിക്കപ്പെടണം. എന്താണ് നമ്മുടെ കയ്യിലുള്ളത് അതെടുത്ത് ചിലവഴിക്കണം. നമ്മുടെ അന്നത്തെ ആവശ്യം കഴിച്ച് മിച്ചമുണ്ടോ അതെടുത്ത് നമ്മൾ ചിലവഴിക്കണം എന്നതാണ്. അതാണ് സാധാരണ ദാനധർമ്മങ്ങളുടെ അവസ്ഥ. അപ്പോൾ അത് മറ്റൊരു തലക്ക് നമ്മൾ കാണേണ്ടതാണ്. സക്കാത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അത് നിർബന്ധമായി ഇസ്ലാം ബുനിയൽ ഇസ്ലാം അലാ ഹംസ്, 5 കാര്യങ്ങളിലാണ് ഇസ്ലാം സ്ഥാപിക്കപ്പെട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് 5 കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന ഷഹാദത്ത് കലിമായി അത് തുടങ്ങിയിട്ട് നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് എന്ന ഇസ്ലാം കാര്യങ്ങളായി നമ്മൾ എണ്ണി പഠിക്കാറുള്ള 5 കാര്യങ്ങൾ നമുക്കറിയാം. അതിലൊരു കാര്യമാണ് സക്കാത്ത്. അപ്പോൾ സക്കാത്ത് കൊടുക്കാൻ അർഹതപ്പെട്ട ആളുകൾ അത് കൊടുത്തുവിട്ടുക എന്നത് നിർബന്ധമായി നമസ്കാരം പോലെ. പലപ്പോഴും പല ആളുകളും നമസ്കരിക്കാൻ റെഡിയാണ്, ജമാഅത്തിൽ അവ്വൽ സഫിലുണ്ട്, ജുമയ്ക്ക് കൃത്യമായിട്ട് വരും, സക്കാത്തിന്റെ കാര്യത്തിൽ ഒരു കൃത്യത കാണിക്കാത്ത സ്വഭാവമുണ്ട്. അതുണ്ടാകാൻ പാടില്ല. അത് നമ്മൾ ഗൗരവത്തോടു കൂടി തന്നെ കാണണം. വിശുദ്ധ ഖുർആനിൽ 32 സ്ഥലങ്ങളെക്കുറിച്ച് സക്കാത്ത് എന്ന പദം തന്നെ പ്രയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ആ 32 സ്ഥലങ്ങളിൽ 28 സ്ഥലത്തും സലാത്ത്, നമസ്കാരം എന്ന പദത്തോട് ചേർത്തുകൊണ്ടാണ് പറഞ്ഞത്. അഖ്മിസ്സലാത്ത വാതു സക്കാത്ത യുഖീമുന സലാത്ത വയുതൂന സക്കാത്ത എന്നൊക്കെയുള്ള രൂപത്തിൽ സലാത്തും സക്കാത്തും ചേർത്തുകൊണ്ടാണ് പറഞ്ഞത്. 32 സ്ഥലങ്ങളിൽ 28 ഇടങ്ങളിലും. അപ്പോൾ അത്ര പ്രാധാന്യം അതിനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആലോചിച്ച് നോക്കൂ, സക്കാത്ത് കൊടുക്കാൻ വൈമനസ്യം കാണിച്ചിരുന്ന ഒരു സ്ഥിതിവിശേഷം പ്രവാചകന്റെ കാലഘട്ടത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലുണ്ടായി. റസൂലിന്റെ കാലത്ത് സക്കാത്തൊക്കെ ബൈത്തുൽ മാലിലേക്ക് ഏൽപ്പിച്ചിരുന്ന ചില ആളുകൾ അത് കൊടുക്കാൻ വൈമനസ്യം കാണിച്ചു. അവരോട് അബൂബക്കർ സിദ്ദീഖ് നമസ്കാരത്തെയും സക്കാത്തിനെയും വേർതിരിച്ചവരോട് ഞാനിതാ യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്നാണ് അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞത്. അത്ര ഗൗരവത്തോടു കൂടിയാണ് ആ വിഷയം കണ്ടത്. നബി പോയല്ലോ, നബി മരിച്ചല്ലോ, ഇനി ഞങ്ങൾ ഇതിന് കൊടുക്കുന്നു. ഇന്ന് പുതിയ ചില വാദങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ കൃത്യമായി വ്യവസ്ഥാപിതമായി ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന ഈ സമൂഹത്തെ സാമ്പത്തികമായ സ്വയം പര്യാപ്തതയിലേക്ക് വളർത്തിക്കൊണ്ടുവരുന്ന രൂപത്തിൽ നടപ്പാക്കേണ്ട സക്കാത്തിന്റെ സമ്പ്രദായം ഏതാനും നാണയത്തുട്ടുകൾ വലിച്ചെറിഞ്ഞു കൊടുത്താൽ മാത്രം മതി, അതിനപ്പുറം ചെയ്യുന്നത് മതപരമായി ശരിയല്ല എന്ന് പോലും വിശദീകരിക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, ഇസ്ലാമിന്റെ സക്കാത്തിന്റെ സമ്പ്രദായം പ്രവാചകൻ അതിനുവേണ്ടി ആളുകളെ ചുമതലപ്പെടുത്തുകയും അവർ പിരിച്ചെടുക്കുകയും അത് വ്യവസ്ഥാപിതമായി വിതരണം ചെയ്യുകയും ചെയ്തിരുന്നു. പ്രവാചകന്റെ കാലഘട്ടം കഴിഞ്ഞ് ഖലീഫ ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടമാകുമ്പോഴേക്ക് ഒരു പ്രദേശത്തെ ഒരു ഗവർണറുടെ കീഴിൽ അധീനതയിൽപ്പെട്ട സ്ഥലത്ത് സക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ട ഒരാളും ബാക്കിയില്ലാത്ത വിധം ഏതാനും വർഷങ്ങൾ കൊണ്ട് സ്വയം പര്യാപ്തതയിലേക്ക് എത്തിയിരുന്നു എന്ന് പോലും ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നു. അത് അതിൻ്റെ വ്യവസ്ഥാപിതമായ സംവിധാനത്തിൻ്റെ പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് സക്കാത്തിന്റെ 8 അവകാശികളെക്കുറിച്ച് ഖുർആൻ എണ്ണി പറഞ്ഞു. സക്കാത്ത് ആർക്കൊക്കെ കൊടുക്കണം, ആ കൊടുക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന 8 അവകാശികളിൽ ഒരു അവകാശി ആരാണ്? ആ സക്കാത്ത് പിരിക്കാനും വിതരണം ചെയ്യാനും ഉത്തരവാദപ്പെട്ട വ്യക്തികളാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഒരാൾ മറ്റൊരാൾക്ക് നേർക്കുനേരെ കൊടുക്കുന്ന ഏർപ്പാടാണ് സക്കാത്തെങ്കിൽ ലോകാവസാനം വരെ ആമിലുണ്ടാകുമോ? ഉണ്ടാവില്ല എന്നുറപ്പാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പ്രക്രിയ, അത് പിരിച്ചെടുക്കാനും അത് വിതരണം ചെയ്യാനുമുള്ള സംവിധാനം അത് ഏർപ്പെടുത്തി അതിനുവേണ്ട സംവിധാനങ്ങൾ ഒരുക്കി അയാൾക്ക് അധ്വാനത്തിന്റെ ഫലം ഈ സക്കാത്തിന്റെ വിഹിതത്തിൽ നിന്ന് എടുത്തു കൊടുക്കണം എന്ന് ഖുർആൻ കൃത്യമായി പഠിപ്പിക്കുകയും സക്കാത്തിന്റെ 8 അവകാശികളിൽ ഒരു അവകാശിയായി അവരെ എണ്ണുകയും ചെയ്തു എന്നതുകൊണ്ട് തന്നെ ഇത് സംഘടിതമായി നിർവഹിക്കപ്പെടേണ്ട കാര്യമാകുന്നു എന്ന് നമുക്കറിയാൻ സാധിക്കും. നമ്മുടെ മഹല്ലിൽ അതിന് വ്യവസ്ഥാപിതമായ സംവിധാനങ്ങളുണ്ട്. അതിനെ നമ്മൾ മെച്ചപ്പെടുത്തണം, അതുമായി നമ്മൾ പൂർണ്ണമായി സഹകരിക്കണം എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ പലരും ചോദിക്കാറുണ്ട്, അതൊക്കെ ഇസ്ലാമിക ഭരണ സംവിധാനത്തിൽ മാത്രമല്ലേ? ഇസ്ലാമിക സാമൂഹ്യമായ ജീവിതം ഇസ്ലാമിക ഭരണമുള്ളിടത്ത് മാത്രമാണ്. നമ്മൾ എന്തിനാണ് ഇവിടെ ഒരുമിച്ച് കൂടിയത്? ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയത് ഇസ്ലാമിക ഭരണമുള്ളത് കൊണ്ടാണോ? എല്ലാ നേരവും നമസ്കാരത്തിന് ജമാഅത്തിന് നമ്മൾ വരുന്ന സാമൂഹിക പ്രക്രിയ ഉണ്ടായത് ഭരണമുള്ളത് കൊണ്ടാണോ? നമ്മുടെ അതുപോലുള്ള മറ്റു പല സാമൂഹിക ആവശ്യങ്ങളും നിർവഹിക്കപ്പെടാൻ ഭരണം ഉണ്ടാവുക എന്നത് നമുക്ക് തടസ്സമല്ല.
മുസ്ലിങ്ങളുടെ ഒരു സാമൂഹ്യ കൂട്ടായ്മയിൽ നിർവഹിക്കപ്പെടേണ്ട കാര്യം ആ നിലക്ക് സക്കാത്തിനെ മാത്രം മാറ്റി നിർത്താൻ എന്ത് ന്യായമാണുള്ളത് എന്നുകൂടി നമ്മൾ പരിശോധിക്കുകയും ചിന്തിക്കുകയും വേണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ റമദാനിനെ എല്ലാ അർത്ഥത്തിലും പരിപൂർണമായും ധന്യമാക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ വന്നുപോയിരിക്കുന്ന വീഴ്ചകൾ അള്ളാഹു പുറത്ത് മാപ്പാക്കുമാറാകട്ടെ. കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകൾക്ക് പടച്ചതമ്പുരാൻ ആശ്വാസം നൽകുമാറാകട്ടെ. നമ്മുടെ സഹോദരൻ സുഖമില്ലാത്തത് കൊണ്ട് കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിലാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രത്യേകം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു സഹപ്രവർത്തകൻ്റെ സഹോദരിക്ക് ഇപ്പോൾ ഒരു സർജറി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അവരുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു നീക്കി കൊടുക്കുകയും പൂർണ്ണമായ ശിഫ നൽകി ആരോഗ്യത്തോടു കൂടി നമ്മളോടൊപ്പം പ്രവർത്തിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. രോഗികളായ മറ്റൊട്ടനവധി സഹോദരങ്ങൾ നമ്മുടെ കൂടെയുണ്ട്. അവർക്കും അള്ളാഹു ആശ്വാസം നൽകുകയും പൂർണ്ണാരോഗ്യം നൽകി അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. കുടുംബക്കാർ, സ്വന്തക്കാർ, ബന്ധുക്കൾ, മുഅ്മിനുകൾ, മുഅ്മിനാത്തുകൾ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അത് അവർക്കെല്ലാം നീ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുകയും അവരുടെ ബർസഖിയായ ജീവിതം സന്തോഷകരമാക്കി കൊടുക്കുകയും അവരെയും നമ്മെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യണമെന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടപ്പെടുന്ന സഹോദരങ്ങൾ അവർക്ക് നീ ആശ്വാസം നൽകുകയും അവരുടെ സ്വന്തം നാട്ടിൽ അഭിമാനത്തോടു കൂടി ജീവിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയും ചെയ്യണമെന്ന്. ഈ രാജ്യത്ത് അതിൻ്റെ മതേതര സ്വഭാവം നിലനിൽക്കുവാൻ ഇവിടെ നമുക്ക് നമ്മുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും സംസ്കാരങ്ങളും കാത്തു സൂക്ഷിക്കൊണ്ട് ജീവിക്കാനുള്ള സാഹചര്യം നിലനിർത്തി തരികയും ചെയ്യണമെന്നാഥ. അല്ലാഹു ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത് യാ ഖാദിയൽ ഹാജ. അല്ലാഹുമ്മ ഗഫിർ ലനാ വലി വാലിദീനാ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനാ സിഗാറ. اللهم أحينا للكتاب والسنة. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم ارحمنا يا أرحم الراحمين. اللهم ارحمنا يا أرحم الراحمين. اللهم ارحمنا يا أرحم الراحمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا تقبل منا دعاءنا وصيامنا وقيامنا وأعمالنا وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.